ഒരു ചിന്ത പോലും ദർശന സ്വഭാവത്തിനകത്ത് തെറ്റായ ഒരു ചിന്ത വന്നാൽ പോലും ദർശനം നഷ്ടപ്പെട്ടു പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് പറയുമ്പോൾ ചന്ദ്രബാബു പറഞ്ഞ ഇത്രയും കാര്യം ഉണ്ടെങ്കിൽ പിന്നെ ദർശനം ഉണ്ടാകുമെന്ന് പറയാൻ നമുക്ക് അല്ലെങ്കിൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വിമർശിക്കുന്നതായിട്ട് ഞാൻ അറിയുന്നുണ്ട്. സതീശൻ അത് ചോദിച്ചില്ല. എന്നുവെച്ചാൽ നിങ്ങൾ ഇവരുടെ ഈ കുറ്റങ്ങളും കുറവുകളും മാത്രമാണല്ലോ പറയുന്നതെന്ന്. അതെ 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 മനസ്സിലായില്ലേ? അതെ. പക്ഷേ ഈ കുറ്റങ്ങളും കുറവുകളും നമ്മൾ എന്താ പറയുന്നത്? എന്നെ സംബന്ധിച്ച് പറയുന്നത് ഇത് കുറ്റവും കുറവും അല്ല ഞാൻ പറയുന്നത്. അതുപോലെ നമ്മളെ പോലെയുള്ള ആൾക്കാർ പറയുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? സത്യമാണ് പറയുന്നത്. മനസ്സിലായോ? ഇപ്പോൾ ഗുരുവിൻ്റെ ആശയത്തെ നശിപ്പിച്ചില്ലേ? ഗുരുസ്ഥാനത്തെ മോഹിച്ചിട്ട് ഗുരുവിൻ്റെ ആ ഒരു എന്താ പറയുക എല്ലാ കാര്യങ്ങളും അപ്രസ്തകമാക്കുന്നില്ലേ? ഗുരുവാണികളെ മറച്ചു വെക്കുന്നില്ലേ? ഒരുപാട് ഗുരുവിശ്വാസികളെ ഇവർ തല്ലി ഓടിച്ചിട്ടില്ലേ? ഒരുപാട് ആൾക്കാരെ മരുന്ന് കൊടുത്ത് എന്താ പറയുക അപായപ്പെടുത്തിയിട്ടില്ലേ? ഒരുപാട് പേരെ കള്ളക്കേസ് കുടുക്കിയിട്ടില്ലേ? ഒരുപാട് കുടുംബങ്ങൾ തകർത്തിട്ടില്ലേ? എന്തിനു വേണ്ടിയാണ്? ഇതൊക്കെ സത്യമല്ലേ? പിന്നെ ഒരുപാട് പ്രോപ്പർട്ടികൾ ഗുരുവിൻ്റെ വിറ്റ് നശിപ്പിച്ചു. ഒരുപാട് ഗുരുവിൻ്റെ സ്ഥാപനങ്ങളെ എന്താ പറയുക കടക്കണിയിലാക്കി. അതിൽ ഗുരു എന്തിനു വേണ്ടി ഈ സ്ഥാപനങ്ങളെല്ലാം തുടങ്ങിയത്? ഗുരു ഓരോ സ്ഥാപനങ്ങൾ തുടങ്ങിയത് ആ സ്ഥാപനങ്ങളിലൂടെ നമ്മളുണ്ടാക്കുന്ന പ്രോഡക്റ്റ് അത് പരിശുദ്ധമായിട്ട് ജനങ്ങളിൽ പ്രാർത്ഥനാ നിർബലമായി എത്തിക്കഴിയുമ്പോൾ അത് അവർ ഉപയോഗിക്കുമ്പോൾ അവർക്കൊരു നന്മയുണ്ടാകണം ലോകത്തിന് ഇതിലൂടെ. അതുകൂടാതെ തന്നെ നമ്മുടെ ഗുരുവിൻ്റെ ആശയത്തിൽ വിശ്വസിച്ച് നിൽക്കുന്ന ആ ആൾക്കാർക്ക്, ഭക്തർക്ക്, ശിഷ്യർക്ക് അവർക്കൊരു ജോലി, ഒരു അടിമത്തമില്ലാതെ ജോലി ചെയ്യാൻ പറ്റണം. ഇന്ന് ഗുരുവിൻ്റെ പ്രസ്ഥാനത്തെ എല്ലാം ഹൈജാക്ക് ചെയ്തുകൊണ്ട് ഗുരുവിൻ്റെ സ്ഥാപനങ്ങളിൽ ഇവർക്ക് കൊഴുവത്ത് നടത്തുന്ന അല്ലാത്ത ആൾക്കാരെ, ഗുരുവിന് വേണ്ടി വിലയുന്നവരെയൊക്കെ ഇവർ അടിച്ചൊതുക്കിയല്ലേ ചെയ്യുന്നത്. ഓരോ സ്ഥാപനങ്ങളുടെ അവസ്ഥകൾ, നമ്മുടെ ഓരോ വ്യവസായ സ്ഥാപനങ്ങളുടെ അവസ്ഥകൾ കാണണം. ഗുരുവിൻ്റെ എന്തിനാണ് അധികം പറയുന്നത്? നമ്മൾ ഗുരുവിൻ്റെ പണ്ട് വന്ന് പൂലന്തറ ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് ആ ചെറിയൊരു റോട്ടിലൂടെ അല്ലേ പോകുന്നത് നമ്മൾ ആശ്രമത്തിൽ. ഇന്ന് വലിയ എൻട്രൻസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ കാട് പിടിച്ച് കിടപ്പുണ്ട്. ആ എൻട്രൻസിൽ ഇറങ്ങുമ്പോൾ ഗുരുവിന് 50 സെൻറ്റ് സ്ഥലം ദാനം നൽകിയ ഗംഗാധരൻ മുതലാളിയിൽ നിന്നൊക്കെ മേടിച്ച പ്രോപ്പർട്ടി ഉണ്ടല്ലോ. ആ പ്രോപ്പർട്ടിയിൽ നിന്നൊരു സർക്കാർ സംവിധാനത്തോടുകൂടി, സർക്കാർ ധനസഹായത്തോടുകൂടി ഒരു ടേക്ക് എ ബ്രേക്ക് നിർമ്മിച്ചിട്ടുണ്ട്. പാലോട് രവി MLA ആയിരുന്നപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ശാന്തിഗിരി ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്ററിന് വേണ്ടി 3 കോടി രൂപ അനുവദിച്ചു. അതുകൂടാതെ 1,65,00,000 രൂപ കൈപ്പറ്റിയും കൂടി ചെയ്തു. കൺവെൻഷൻ സെൻറ്ററില്ല, സർക്കാരിൽ നിന്ന് മേടിച്ച ഫണ്ടാണ്, നമ്മുടെയൊക്കെ നികുതി പണം കൊണ്ട്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ടേക്ക് എ ബ്രേക്ക് നിർമ്മിച്ചു. എന്നുവെച്ചാൽ നമുക്ക് കണ്ട സങ്കടം തോന്നും. അതിൻ്റെ നിലപാട് അതിനൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. മനസ്സിലായേ? കാരണം വെച്ചാൽ കാട് പിടിച്ച് വൃത്തികേടായിട്ട് കിടക്കുകയാണ്. ആഭാസ